മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകളായി. സംഘർഷം ഇങ്ങനെ കത്തിപ്പടർന്ന് പല സന്ദർഭങ്ങളിലും പരിധി വിട്ടുപോയി. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഈ മെയ്തി കുക്കി സംഘർഷങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരം, ഈ സംഘർഷങ്ങളും അതിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സംഘർഷം നടന്നത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലാണ് എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ എന്താണ് ഈ മണിപ്പൂരിൽ ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അത് എവിടെ എത്തി നിൽക്കുന്നു? എന്തുകൊണ്ടത് കേന്ദ്ര സർക്കാരിന് ഫലപ്രദമായിട്ട് അതിനെ നേരിടാൻ സാധിക്കുന്നില്ല? എന്താണ് അതിൻ്റെ കാരണം? കഴിഞ്ഞ 2 വർഷമായി മണിപ്പൂരിൽ കുക്കി, മെയ്തി എന്നീ 2 വിഭാഗങ്ങൾ തമ്മിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് വ്യാപകമായുണ്ടായിരുന്ന ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഒരു പ്രചരണം, ഹിന്ദു മൈത്തികൾ സംഘപരിവാറിൻ്റെ പിന്തുണയോടെ ക്രിസ്ത്യാനികളായ കുക്കികളെ വംശഹത്യ നടത്തുകയാണ്, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് മണിപ്പൂരിൽ നിന്ന്. ഇതായിരുന്നു നമ്മൾ സ്ഥിരമായി കേട്ട ആഖ്യാനം. ഇതായിരുന്നു സമൂഹത്തിൽ എല്ലായിടവും മുഴങ്ങി നിന്നിരുന്ന ഒരു ആഖ്യാനം. പക്ഷേ ഈ പറയുന്നവരോ അല്ലെങ്കിൽ ആരോപണത്തെ പ്രതിരോധിക്കേണ്ട BJPയോ പറയാതെ പോയ ഒരു വലിയ സത്യമുണ്ട്. 1990കളുടെ തുടക്കം തൊട്ട് 2025 വരെയുള്ള 35 കൊല്ലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മണിപ്പൂരിൽ നടന്ന സംഘർഷങ്ങൾ, ഏറ്റവും അധികം സംഘർഷങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലാണ്. അവർ പരസ്പരം കൊല്ലുകയായിരുന്നു. തുടക്കം 1991 തൊട്ട് 97, 98 വരെ നീണ്ടുനിന്ന ഒരു വലിയ കലാപം അവിടെ നടന്നു. ഏറ്റുമുട്ടിയത് ക്രിസ്ത്യാനികളായ നാഗന്മാരും ക്രിസ്ത്യാനികളായ കുക്കികളും തമ്മിലാണ്. അങ്ങനെ 6-7 വർഷം നീണ്ടുനിന്ന ആ കലാപത്തിൽ 1000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. എത്രായിരം പേർക്ക് ഭൂമിയും വീടും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവർ രണ്ടും ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. ഇത് രണ്ടിലും മുഖ്യമായിട്ട് എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമാണ്. കത്തോലിക്ക സഭയ്ക്ക് അത്ര വലിയ സ്വാധീനം ഈ പ്രദേശത്തില്ല. പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റാണ് ഈ കുക്കികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരേ പള്ളിയിലുള്ള തമ്മിലാണ് ഈ സംഘർഷം നടന്നത്. അതിൻ്റെ കാരണം എന്താണ്? 2 പേര് 2 ഗോത്രങ്ങളാണെന്നുള്ളതാണ്. നാഗന്മാരും കുക്കികളും 2 ഗോത്രങ്ങളാണ്. ഇപ്പം ഈ 2 പേരെ നമ്മൾ കണ്ടാൽ, തെക്കേ ഇന്ത്യക്കാരായ അല്ലെ മലയാളികളായ നമ്മൾ 2 പേരൂടെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇവരെ കണ്ടാൽ ഒരുപോലെ തോന്നും. കാരണം നമ്മൾ ഈ ഹ്യൂമൻ റേസുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മംഗോൾ റേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിഗ്രോ എന്ന് പറയുന്ന പോലെ തന്നെ മംഗോൾ എന്ന് പറയുന്നത് ഒരു ഉപയോഗിക്കരുതാത്ത ഒരു വാക്കാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു അക്കാഡമിക് ഡിസ്കഷൻ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ മംഗോൾ റേസിൽപ്പെട്ട 2 വിഭാഗങ്ങളാണ് ഇവർ 2 പേരും. അപ്പോൾ ഇവരെ എങ്ങനെ തിരിച്ചറിയാം? എനിക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് ഈ നാഗന്മാരെൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, മീസോകൾ പഠിച്ചിട്ടുണ്ട്. മണിപ്പൂരികൾ ഈ പറയുന്ന മെയ്ത്തികളില്ലായിരുന്നു. പക്ഷേ എനിക്ക് മീസോകളെ നാഗന്മാരെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു നാഗൻ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ നിങ്ങളെ തമ്മിൽ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എനിക്ക് വളരെ കൃത്യമായൊരു മറുപടി തന്നു. അതായത് നാഗന്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ മുടി നോക്കുക, കറുത്ത ജെറ്റ് ബ്ലാക്ക് ഹെയർ ആയിരിക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ ചുറ്റും കറുത്ത നിറം തന്നെ ആയിരിക്കും. പക്ഷേ അതുപോലെ തന്നെ തൊലിയുടെ നിറം നല്ല വെളുപ്പായിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ എന്ന് നമ്മൾ പറയുന്ന വെളുപ്പായിരിക്കും. ഇതാണ് അവരുടെ പ്രത്യേകത. പക്ഷേ നോർത്ത് ഈസ്റ്റിലെ മറ്റു ചില വിഭാഗക്കാർ, ഉദാഹരണത്തിന് മീസോകളാകട്ടെ, അതല്ലെങ്കിൽ മേഘാലയ എന്നുള്ള ചിലരാവട്ടെ, അല്ലെങ്കിൽ കുക്കികളാവട്ടെ, ഇവരൊന്നും ഇത്രയും വെളുത്തതല്ല. ഇവരുടെ നിറം കുറച്ചൊരു ഡാർക്കാണ്. ഇവരുടെ മുടിക്ക് ഒരല്പം ബ്രൗൺ കളറുണ്ട്. ഇവരുടെ കണ്ണുകൾ ചിലത് ലൈറ്റ് കണ്ണുകളാണ്. നമ്മൾ ഈ പൂച്ചക്കണ്ണെന്ന് പറയുന്ന പോലത്തെ ലൈറ്റ് കണ്ണ്, ചെമ്പൻ ലൈറ്റ്, അതായത് ഒരു ചാരത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ ആയിരിക്കും അവരുടേത്. അപ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായി ബേസിക് ഫീച്ചേഴ്സ് ഒന്നാണെങ്കിലും അവർ 2 വിഭാഗക്കാരാണ്. അപ്പോൾ ഈ ഗോത്രങ്ങൾ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഗോത്രങ്ങളെന്ന് പറയുന്നത് അവർ എത്ര വിദ്യാഭ്യാസമുള്ളവരും എത്ര ഒരേ മതത്തിൽ വിശ്വസിച്ചാലും ഒരു ഗോത്രത്തിന് മേൽ വേറൊരു ഗോത്രം ആധിപത്യം സ്ഥാപിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ശ്രമമാണ്
അവിടെ അനാദികാലം മുതൽക്കേ ഉണ്ട്. അവർ മതം മാറിയതൊരു മതം അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് ഏത് മതത്തിലും അവർ നിൽക്കും. പക്ഷെ അവരുടെ ഗോത്രത്തിനോടുള്ള ഒരു കൂറ്, ഗോത്രത്തലവനോടുള്ള കൂറ്. അപ്പം ഇനി നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ഏറ്റവും ഒടുവിൽ 4 ദിവസത്തിന് മുമ്പ് അവിടെ വീണ്ടും നാഗാ കുക്കി സംഘർഷം ഉണ്ടായി. 4 ദിവസമേ ആകുന്നുള്ളൂ. ഈ മെയ്തി കുക്കി സംഘർഷം തൽക്കാലം ഇപ്പം നിന്നിരിക്കുകയാണ്. പകരം ഇപ്പോൾ വീണ്ടും നാഗാ കുക്കി ആരംഭിച്ചിരിക്കുകയാണ്. അതായത് 2 ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷം തുടങ്ങി. ഇതിൻ്റെ കാരണം ഒരു നാഗാ ഗ്രാമമുഖ്യനെ കുക്കി തീവ്രവാദ സംഘടനകൾ വന്നിട്ട് അദ്ദേഹത്തിനെ ഭീകരമായി മർദ്ദിച്ചു, കൊന്നില്ല, ആക്രമിച്ചു. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അതിനെ തുടർന്ന് നാഗന്മാരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഫയർ പവർ ഉള്ളവർ. നാഗന്മാരും കുക്കികളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പലപ്പോഴും കൂടുതൽ കൊല്ലപ്പെടുന്നത് കുക്കികളാണ്. പക്ഷേ കുക്കികൾ കുറച്ചുകൂടെ റെസിലിയൻ്റ് ആണ്. അതായത് ഈ കൂടുതൽ അവർ യുദ്ധത്തിൽ അത്ര വിദഗ്ധന്മാരൊന്നും അല്ലെങ്കിലും ജീവിതത്തിൽ കുറച്ചുകൂടെ ബുദ്ധിമാന്മാരാണ്. ഏത് സാഹചര്യത്തിലും ഇണങ്ങിച്ചേർന്ന് ജീവിക്കും. ഈ 2 വർഷം മുമ്പ് മെയ്ത്തി കുക്കി സംഘർഷം തുടങ്ങിയപ്പോൾ മെയ്ത്തികൾ ഉന്നയിച്ച അതേ ആരോപണമാണ് നാഗന്മാർ ഇന്നലെ ഈ 4 ദിവസത്തിന് മുമ്പ് ഉന്നയിച്ചത്. അവർ പറഞ്ഞു ബർമയിൽ, അതായത് മ്യാൻമാറിൽ നിന്നും മറ്റ് പലയിടത്തു നിന്നുള്ള കുക്കികൾ ഇവിടെ സന്ദർശകരെന്നുള്ള വ്യാജേന ഇവിടെ എത്തിയിട്ട് ഇവിടെ താമസം ഉറപ്പിക്കുകയാണ്. ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ നുഴഞ്ഞുകയറ്റമാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിർത്തികളെല്ലാം തന്നെ കർശനമായിട്ട് അടയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നാഗന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ന്യായമായൊരു ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന് മുമ്പ് നടന്ന മറ്റ് സംഘർഷങ്ങളിലേക്ക് കൂടെ നമുക്കൊന്ന് പോകണമല്ലോ. അപ്പോൾ അതായത് 1997-98 കാലത്ത് കുക്കികളും പൈത്തേ എന്ന് പറഞ്ഞ് വേറൊരു ഗോത്രമുണ്ട്, മണിപ്പൂരിൽ തന്നെയാണ്. ആ പൈത്തകൾ കുക്കികളും തമ്മിൽ ഒരു വലിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ 352 ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക രേഖകളിലുള്ളത്. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. ഈ പൈത്തേകളും കുക്കികളും വീണ്ടും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇവർ രണ്ടുപേരും വിശ്വസിക്കുന്ന മതം, രണ്ടുപേരും അതെ, രണ്ടുപേരും ക്രിസ്തു മതത്തിൽ നിന്ന് മാത്രമല്ല, രണ്ടുപേരും പ്രൊട്ടസ്റ്റന്റുകളുമാണ്. രണ്ടുപേരും സഭകളിൽ, എനിക്ക് തോന്നുന്നു ഇവർ രണ്ടും ബാപ്റ്റിസ്റ്റുകളാണ് സാധ്യത. മനസ്സിലായോ? അപ്പോൾ ഈ മതമല്ല അവിടുത്തെ വിഷയം. ഇത് മതമാണെന്ന് വരുത്തി തീർക്കേണ്ടത് കേരളത്തിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. കാരണം അതിൽ നിന്നും ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുന്നതിനെ തടയുക എന്നുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള വസ്തുതകളാണ്. ഇത് ഉപയോഗിക്കാൻ കേരളത്തിലെ BJPക്ക് കഴിയുന്നില്ല. അവരുടെ ദൗർഭാഗ്യമല്ല, ദൗർബല്യം എന്ന് ഞാൻ പറയും. അവരുടെ ഒരു ദൗർബല്യം കാരണം ഇത്തരം ചരിത്രപരമായ വസ്തുതകൾ ചികഞ്ഞെടുത്ത്. ദൗർബല്യമാണോ ചേട്ടാ, അതോ കഴിവുകേടാണോ? അല്ല, കഴിവുകേട്. ഞാൻ അവരുടെ ഏതായാലും അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. പക്ഷെ ഇത്തരം ചരിത്രപരമായ വസ്തുതകൾ ചികഞ്ഞെടുത്ത് സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജോലിയാണ്. കാരണം പ്രശാന്തിനെ ആരെങ്കിലും തല്ലാൻ വരുമ്പം എങ്ങനെ പ്രശാന്തിന് ആ അടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള പ്രതിരോധിക്കേണ്ടത് പ്രശാന്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ല നാട്ടുകാരുടെ അല്ല. ഇത് കേരളത്തിലെ BJPക്ക് ഇതിന് കഴിയുന്നില്ല. കേരളത്തിലെ BJP ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വയം പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ലാതെ ഇങ്ങനെ അന്തം വിട്ട് ആകാശം നോക്കി ഓടി ഒളിക്കുന്ന ആൾക്കാരാണ്. ഇത് ഈ അടുത്ത കാലത്ത് അമിത്ഷാ ലോക്സഭയിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇത് പക്ഷേ ഇവർക്ക് ഈ ഒരു വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് കേരളത്തിലുടനീളം ഏകപക്ഷീയമായ ആഖ്യാനങ്ങൾ നമ്മുടെ മുക്കിനും മൂലയ്ക്കും ഇത് മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും മണിപ്പൂരിൽ നിന്ന് മാത്രമല്ല, മേഘാലയത്തിലോ മിസോറാമിലോ നാഗാലാൻഡിലോ ഒക്കെ ചെല്ലുമ്പോഴും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഈ സപ്ത സഹോദരിമാർ അവിടെ എല്ലാം തന്നെ ഗോത്രങ്ങളാണ് പ്രധാനം, മതമല്ല. ഈ മതസംഘർഷങ്ങളായിട്ട് അവയെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു സാഹചര്യത്തിൽ മൈത്തികൾ ഹിന്ദുക്കളായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മൈത്തികൾ അതിശക്തമായി തിരിച്ചടിക്കുന്ന ഹിന്ദുക്കളാണ്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദുക്കൾ ആയിട്ട് അവരെ താരതമ്യപ്പെടുത്തണ്ട. ആറമ്പൈ തെങ്കോൾ എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടനയുണ്ട്. RSS ഒന്നും അല്ല ഈ തിരിച്ചടി നടത്തിയത്. ആറമ്പൈ തെങ്കോൾ എന്ന് പറയുന്ന മേത്തികളുടെ സംഘടന, അവർക്കും ആയുധങ്ങളും AK-47 ഒക്കെ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ആയുധങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്. അവരത് ഉപയോഗിച്ച് കുക്കികളെ നേരിട്ടു.
കുക്കികളാണ് സംഘർഷം തുടങ്ങിയത്. കുക്കികളാണ് നുഴഞ്ഞുകയറ്റക്കാർ. ഇത് പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ മറ്റു ഗോത്രങ്ങളും പറയുന്ന ഒരു ആരോപണമാണ്. ഈ പുറത്തുനിന്ന് വരുന്നത് മുഴുവൻ കുക്കികളാണ്. കുക്കികൾ ഈ ഒരു പിന്നെ നുഴഞ്ഞുകയറ്റക്കാരിലും മറ്റ് രാജ്യങ്ങളിലെ നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഗോത്രം എന്നുള്ള നിലയിൽ കുക്കികൾ തീരുമാനം കൈക്കൊണ്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംഘർഷം ഒരു 50% കുറയും. പിന്നെ ഇനി ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. കാരണം ഇവർക്ക് പലപ്പോഴും പരസ്പരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം ആരെ അംഗീകരിക്കില്ല. ഒരു ഗോത്രം താമസിക്കുന്നിടത്തും ആ ഗോത്രത്തിൻ്റെ ആചാരങ്ങളും ഗോത്രത്തിൻ്റെ നിയമങ്ങളും എല്ലായിടത്തും ഗ്രാമമുഖ്യന്മാരുണ്ട്, എല്ലായിടത്തും അവരുടെ തീരുമാനങ്ങളുണ്ട്. ഇതനുസരിച്ചേ അവർ മുന്നോട്ട് പോകുന്നുള്ളൂ. അവരൊരു പൊതുസമൂഹവുമായിട്ട് മിക്സ് ചെയ്ത് മുന്നോട്ട് വരുന്ന കാലത്ത് മാത്രമേ ഈ മണിപ്പൂരിലെന്നല്ല നോർത്ത് ഈസ്റ്റിലെ സംഘർഷങ്ങൾ അവസാനിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ BJPയുടെയും RSSൻ്റെയും വളർച്ച നോർത്ത് ഈസ്റ്റിൽ വന്നതിന് ശേഷമാണ് ഈ ആസാമിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായി. എനിക്ക് ആസാമിൽ സുഹൃത്തുക്കളുണ്ട്. അപ്പം പോലീസിലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ആസാമിയായ ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത് 2016 മുമ്പ് അവിടെ പലയിടത്തും ഒരു നേരം മാത്രമായിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അത്ര ദാരിദ്ര്യമുണ്ടായിരുന്നു. ഈ സാമ്പത്തികമായി ഇന്ന് ഈ കഴിഞ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നിരിക്കുന്ന ഇന്ത്യയിൽ വളർച്ചയിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ആസാമിനുണ്ട്. ആസാമിന് വേണ്ടി ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഹൈമന്ത ബിശ്വാസ് ശർമ്മ എന്ന ഒരു വ്യക്തിക്കാണ് ഈ ആസാമിൻ്റെ വളർച്ചയുടെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അത് BJPയും RSSും വന്നതിന് ശേഷം ഹിന്ദു ഗോത്രങ്ങളെങ്കിലും പരസ്പരമുള്ള ആക്രമണം അവിടെ നിർത്തുകയും ഇപ്പം ബോഡോകളും അഹോമും അല്ലെങ്കിൽ രാജ്ബോൻസി ഇവരൊക്കെ തന്നെ പരസ്പരമുള്ള ആക്രമണങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ യോജിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ക്രിസ്ത്യാനികളുടെ ഇടയിലും കൂടെ സംഭവിക്കണം. വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആദ്യം തന്നെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഹിന്ദുക്കളുമായിട്ട് കുറച്ചുകൂടെ യോജിക്കാം. അല്ലാതെ ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടാണ്. അത് തുറന്നു കാണിക്കേണ്ടവർ അത് തുറന്നു കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് തോന്നുന്നു 2014 നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതും. എന്തായാലും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോൾ സത്യസന്ധമായിട്ട് പുറത്തു വരുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതും അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ആയിട്ടുള്ള ഗോത്രങ്ങൾ, വിവിധ ഗോത്രങ്ങളുണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇനി അവസാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുത്തേക്കും എന്നാണ്. എന്തായാലും മണിപ്പൂരിനെ സംബന്ധിച്ച് എങ്ങനെയും സമാധാനം തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായ കർത്തവ്യം. അതിലേക്ക് മണിപ്പൂർ പതുക്കെയെങ്കിലും നടന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കുക്കികളും നാഗന്മാരുമായിട്ടുള്ള സംഘർഷം, നേരത്തെ അത് മെയ്തികളുമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാഗന്മാരുമായിട്ടാണ്. അപ്പോൾ കുക്കികൾക്ക് എന്തോ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.